ജപ്പാനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും കണ്ട ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. യെസ്, തുണി ഉടുക്കാതെ, അതായത് ഉടുതുണി ഇല്ലാതെ, സ്വിം ഷോർട്ട്സോ അങ്ങനെ ഒരു സംഭവമോ ഒന്നും ധരിക്കാതെ നഗ്നരായിട്ട്, പൂർണ്ണ നഗ്നരായിട്ട് പബ്ലിക്കായിട്ട് കുളിക്കുന്ന ജപ്പാൻകാരുടെ കഥ നിങ്ങൾക്കറിയോ? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിനു മുമ്പ് അത് ജപ്പാൻ യാത്രക്കിടയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ ഞാനത് പറയാം. ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ജപ്പാനിൽ ഞാൻ 2 തവണ പോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ജപ്പാനിൽ പോകുന്നത് 2 വർഷം മുമ്പാണ്. 24 ദിവസത്തെ ഒരു യാത്രയായിട്ടാണ് ഞാൻ ജപ്പാനിൽ പോകുന്നത്. വെച്ചാൽ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ജപ്പാൻ അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസീവ് രാജ്യമാണ്. പിന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് 2-3 ഫ്ലൈറ്റൊക്കെ കയറി വേണം അവിടേക്ക് എത്താനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ആ 2 വർഷം മുമ്പ് ഞാൻ ജപ്പാനിൽ പോകുന്ന സമയത്ത് അധികം ആരും കേരളത്തിൽ നിന്ന് പോയിട്ട് ജപ്പാനിൽ നിന്നുള്ള വീഡിയോകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ എനിക്കത് കുറച്ച് എക്സ്ക്ലൂസീവായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ജപ്പാനിൽ പോയി. ഞാൻ അവിടെ അരിച്ച് പറക്കി പല സ്ഥലങ്ങളും യാത്ര ചെയ്ത് വീഡിയോകൾ ചെയ്തു. ഗംഭീര സക്സസ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു അത്. ജപ്പാനും ഞാൻ ഈ പറഞ്ഞ പോലെ വളരെയധികം എൻജോയ് ചെയ്ത് യാത്ര ചെയ്ത ഒരു സ്ഥലമായിരുന്നു. ടോക്കിയോ എന്ന് പറയുന്നത് ജപ്പാൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ടോക്കിയോ നഗരത്തിലെ ഹനേഡ എയർപോർട്ടിലാണ് ഞാൻ ആദ്യം പോയി വിമാനം ഇറങ്ങുന്നത്. ജപ്പാൻ എന്ന് പറയുന്ന ഒരു രാജ്യം, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പോലും മര്യാദയ്ക്ക് പല ആളുകൾക്കും അറിയാത്തൊരു രാജ്യമാണ് ജപ്പാൻ. ഈ 24 ദിവസത്തെ ഓരോ സംഭവങ്ങളും, ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, എവിടെ പോകണം എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെയാണ് ഞാൻ പോകുന്നത്. അതായത് ഞാൻ 21 ദിവസത്തെ ഒരു JR റെയിൽ പാസ്, അതായത് ജപ്പാൻ റെയിൽവേ പാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അവിടുത്തെ ബുള്ളറ്റ് ട്രെയിനുകളിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പാസ്സാണത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ജപ്പാൻ യാത്ര സാധ്യമാക്കണം എന്നുണ്ടെങ്കിൽ ഈ പാസ് എടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ പാസ് ഉണ്ടായിരുന്നത് കൊണ്ട് പല ഉപകാരങ്ങളും എനിക്കുണ്ടായി. അതായത് ടോക്കിയോയിൽ നിന്നും ദൂരെയുള്ള പല സ്ഥലത്തേക്കും പോയിട്ട് വരാനൊക്കെ സാധിച്ചു ഒരു ദിവസം കൊണ്ട്. അതായത് മണിക്കൂറുകൾ മതിയല്ലോ ഈ ബുള്ളറ്റ് ട്രെയിനുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട്. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എറണാകുളത്ത് താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് രാവിലെ തിരുവനന്തപുരത്ത് പോയിട്ട് തിരുവനന്തപുരത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വൈകിട്ട് തിരിച്ചു വരാം. എറണാകുളത്ത് താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാംഗ്ലൂർ വരെ പോയിട്ട് ബാംഗ്ലൂരിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വൈകിട്ട് തിരിച്ചു വരാം. അപ്പോൾ അത്രയും കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ജപ്പാനിൽ പോകുന്നതിന് മുമ്പ് എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ തരത്തിലുള്ള വീഡിയോകൾ ചെയ്യണം, ആ വീഡിയോകൾക്ക് എന്ത് ടൈറ്റിലും തമ്മിലും കൊടുക്കണം എന്നുവരെ വ്യക്തമായ പ്ലാനുകളോടുകൂടിയാണ് ഞാൻ ആ യാത്ര നടത്തിയത്. കാരണം അത്യാവശ്യം നല്ല കാശ് പൊട്ടിച്ച് ചെയ്തൊരു യാത്രയായിരുന്നു. അപ്പോൾ അത് ബ്രേക്ക് ഈവൻ ആക്കണം, അതുമാത്രമല്ല ആ ട്രിപ്പ് ഒരു ഹ്യൂജ് സക്സസ് ആക്കണം എന്നൊക്കെയുള്ള വ്യക്തമായ പ്ലാനുകളുണ്ടായിരുന്നു. ഞാൻ ജപ്പാനെ പറ്റി പഠിച്ചപ്പോൾ അവിടെ കൗതുകകരമായിട്ട് തോന്നിയ ഒരു സംഭവമാണ് ഓൺസൺ എന്ന് പറയുന്നത്. ONSEN, ജാപ്പനീസ് ഓൺസൺസ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. ഓൺസൺസ് എന്ന് പറയുന്നത് ബേസിക്കലി അവരുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോട്ട് സ്പ്രിംഗ് ബാത്ത് എന്നുള്ള രീതിയിലാണ്. 10,000-കണക്കിന് ഓൺസൺസ് ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു ചെറിയ ഫിഗർ ആയിരിക്കും. 10,000 ഒന്നും ആയിരിക്കില്ല, ബേബി അതിലും കൂടുതലുണ്ടാവാം. ഈ ഓൺസൺ എന്ന് പറയുന്നത് ഹോട്ട് സ്പ്രിംഗ് പബ്ലിക് ബാത്ത് ഹൗസ് ആണ്. ഈ ബാത്ത് ഹൗസുകൾ എന്ന് പറയുന്നത് ജപ്പാൻ്റെ മാത്രം ഒരു പ്രത്യേകതയല്ല. പല രാജ്യങ്ങളിലും ബാത്ത് ഹൗസുകളുണ്ട്. നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ പോകത്തില്ല, അതേപോലെ തന്നെ ജിം പോലത്തെ ഒരു ക്ലോസ്ഡ് എൻവയോൺമെൻറ്റ്. അതിനകത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് സ്ഥലമുണ്ടാവും. അപ്പോൾ അവിടെ ആളുകൾ പോകുന്നു, അവിടെ സ്റ്റീം റൂമുകളുണ്ടാവാം, ചിലപ്പോൾ മസാജ് സർവീസുകൾ ഉണ്ടാവാം, പിന്നെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടാവാം. അങ്ങനെ പല രീതിയിൽ ചിലടത്ത് ഹോട്ട് സ്പ്രിങ്ങുകളുണ്ടാവാം. അത്തരത്തിലുള്ളൊരു സ്ഥലമാണ് ഈ ബാത്ത് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജാപ്പനീസ് ബാത്ത് ഹൗസിൻ്റെ പേരാണ് ഓൺസൺ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓൺസൺസ് അവൈലബിൾ ആണ്. ഈ ഓൺസണിനുള്ളിൽ പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു എൻട്രി ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ചിലപ്പം 100 രൂപയാവാം, ചിലപ്പോൾ 150 രൂപയാവാം, 200 രൂപയാവാം, 500 ആവാം, 1000 ആവാം, 2000 ആവാം, 5000 ആവാം. ഞാൻ ജപ്പാനിൽ 150 രൂപ മുതൽ 5000 രൂപ വരെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓൺസണുകൾ, ബാത്ത് ഹൗസുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ജപ്പാനിലെ ഓൺസണുകളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാം ഈ നാച്ചുറൽ ഹോട്ട് സ്പ്രിംഗ് വാട്ടർ വഴിതിരിച്ച് വിട്ട് ഒരു ബാത്ത് ഹൗസിലേക്ക് കൊണ്ടുവന്ന് അവിടെ ചെറിയ പൂളുകൾ ക്രമീകരിച്ച് ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ കുളിക്കുന്നതിനും റിലാക്സ് ചെയ്യുന്നതിനും വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥലമാണ് ബേസിക്കലി ഓൺസൺ എന്ന് പറയുന്നത്. ഈ നാച്ചുറൽ ഹോട്ട് സ്പ്രിംഗ് വാട്ടർ അല്ലാതെ ചില സ്ഥലങ്ങളിൽ ആർട്ടിഫിഷ്യലായിട്ട് ഹോട്ട് സ്പ്രിംഗ് പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സെറ്റപ്പുകളും ജപ്പാനിൽ പല സ്ഥലത്തും ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നാച്ചുറൽ ഹോട്ട് സ്പ്രിംഗ് ആണ് അവരുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൺസൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. ഓൺസൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ അവിടെ എൻട്രൻസ് ഫീ ആദ്യം കൊടുക്കുന്നു. അവിടെ ഒരു റിസപ്ഷനിസ്റ്റോ ആരെങ്കിലും ഉണ്ടാവും. എൻട്രൻസ് ഫീ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അവരൊരു ലോക്കർ കീ തരും.
അത് നമ്മുടെ റെസ്റ്റ് ബാൻഡ് പോലെ നമ്മുടെ കയ്യിലിടണം. ഈ ലോക്കർ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ സാധനങ്ങളും ഊരി വെക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അതായത് നമ്മളിട്ടിരിക്കുന്ന അണ്ടർവെയർ അടക്കം എല്ലാ വസ്ത്രങ്ങളും, ഷൂസ്, ചെരുപ്പ്, പിന്നെ നമ്മുടെ കയ്യിലുള്ള ബാഗുകളും വേറെ എന്തൊക്കെ വിലപിടിപ്പുള്ള സംഭവങ്ങളുണ്ടോ അതെല്ലാം ഈ ലോക്കറിനകത്ത് വെച്ച് പൂർണ്ണ നഗ്നരായിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. അത് അവരുടെ കൾച്ചറാട്ടോ, വേറെ സംഭവമൊന്നുമില്ല, അവരുടെ കൾച്ചറാണ്. അപ്പോൾ നമ്മളിതെല്ലാം ഊരി അവിടെ വെക്കുന്നു. ഒരു ടവലുണ്ടാവും നമ്മുടെ കയ്യിൽ. ആ ടവൽ വേണമെങ്കിൽ അത്യാവശ്യം പൊത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യാം. ഒരു ടവൽ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഈ ടവൽ നമുക്ക് തരും. നമ്മൾ ആദ്യം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അവിടെ ഞാൻ ആദ്യം പോയ ഒരു ഓൺസണിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഞാൻ അകത്ത് കയറുമ്പോഴത്തേക്കിനും ഇതെല്ലാം ലോക്കറിൽ ഊരി വെച്ച് അകത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അവിടെ ഒരു 2-3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പൂളുണ്ട്. ചെറിയ പൂളാണ്, വലിയ പൂളൊന്നുമല്ല. നമ്മൾ ജക്കൂസിയൊക്കെ പോലെ ചെറിയ സെറ്റപ്പാണ്. ഒരു പൂളിനകത്ത് ചിലപ്പോൾ ഒരു 10 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുമായിരിക്കാം. ചില സ്ഥലത്ത് ജക്കൂസി ഉണ്ടാവും, സ്റ്റീം റൂമുകളുണ്ടാവും, പിന്നെ സോന റൂംസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് റൂമുകൾ ഇതിനകത്തുണ്ടാവും. അപ്പം നമ്മൾ അവിടെ പോകുന്നു. ഇത് നേരെ പോയി ഇതിനകത്ത് കയറി നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അവിടെ കുളിക്കുന്നതിന് വേണ്ടി ഉള്ള സൗകര്യമുണ്ട്. കുളിക്കുന്നതിന് വേണ്ടി സൗകര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കുളി എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ ഷവർ ചെയ്യുന്ന പോലത്തെ കുളിയല്ല. ഇവർ നിലത്ത് ചെറിയൊരു സ്റ്റൂളുണ്ടാവും. ഇത്രയും ഹൈറ്റുള്ള ഒരു 1.5 അടിയുള്ള ചെറിയ സ്റ്റൂളുണ്ടാവും. ആ സ്റ്റൂളിൽ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു പൊസിഷനിലായിരിക്കുന്നത്. എങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ചെറിയൊരു കസേരയിൽ ഇരിക്കുന്ന പോലെ ചെറിയൊരു സ്റ്റൂളിൽ ഇരുന്നിട്ട് മുമ്പിൽ പൈപ്പ്, ആ പൈപ്പിൽ ചെറിയൊരു ഹാൻഡ് ഷവർ ഉണ്ടാവും. ഇത് വെച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്ന് തലയൊക്കെ കഴുകണം. അവിടെ സോപ്പ്, ഷാമ്പു സാധനങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ഇരുന്ന് സോപ്പ്, ഷാമ്പു ഒക്കെ ഇട്ട് കുളിക്കാം. എണീറ്റ് നിന്ന് കുളിക്കണമെങ്കിൽ എണീറ്റ് നിന്ന് കുളിക്കാം. പിന്നെ ഷവർ ഏരിയ വേറെ സെപ്പറേറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വൺസ് യു ആർ ഇൻസൈഡ്, ആണുങ്ങൾക്ക് വേറെ ഏരിയ, പെണ്ണുങ്ങൾക്ക് വേറെ ഏരിയ. നമ്മൾ അകത്ത് പോകുമ്പോഴത്തേക്കിനും അവിടെ ആർക്കും തുണിയില്ല. എവ്രിബഡി ഈസ് നേക്കഡ്. എല്ലാവരും തുണിയില്ലാതാണ് പോകുന്നത്, നമ്മളും തുണിയില്ലാതാണ് പോകുന്നത്. ആരും നിങ്ങളെ നോക്കാൻ പോകുന്നില്ല. നമ്മളായിരിക്കും പിന്നെ അങ്ങോട്ടേക്ക് ഇട്ട് നോക്കുന്നത്. ആരും നിങ്ങളെ നോക്കാൻ പോകുന്നില്ല. നോബഡി കെയർസ് ഹൂ യു ആർ, വാട്ട് യു ആർ. ആൻഡ് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെ ആരും ഒരു സ്ട്രേഞ്ച് ലുക്ക് നോക്കില്ല. കാരണം അവരെ സംബന്ധിച്ച് ഇത് വെറും ഒരു കോമൺ തിങ് ആണ്. അവരെല്ലാ ദിവസവും ചെയ്യുന്നൊരു കോമൺ തിങ് ആണ്. നമുക്കായിരിക്കും ഇത് പുതുമയായിട്ടുള്ളൊരു കാര്യം. അവിടെ നിങ്ങൾ ഫോറിനർ ആണെന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഭവമോ ഒരു വിയേർഡ് നോട്ടമോ അങ്ങനത്തെ ഒരു സംഭവമോ അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്കിനും ഇവിടെ ചില അവിടെ ഇരുന്ന് പല്ല് തേക്കുന്നുണ്ടാവാം, ചിലർ അവിടെ ഇരുന്ന് ഷേവ് ചെയ്യുന്നുണ്ടാവാം, ചിലർ അവിടെ ഇരുന്ന് കുളിക്കുന്നുണ്ടാവാം, ചിലർ അവിടെ ഇരുന്ന് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, ദൈനംദിന കാര്യങ്ങളാണ് അവരവിടെ ഇരുന്ന് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഓൺസണിൽ പോയിട്ട് കുളിച്ച് ഫ്രഷായി ജോലിക്ക് പോകുന്നവരുണ്ട്. പകലത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് ഈ ഓൺസണിൽ പോയിട്ട് കുളി നിലയെല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. കാരണം അവർക്ക് അവരുടെ വിശ്വാസപ്രകാരം അല്ല, അവരുടെ ഒരു ഇത് പ്രകാരം ഈ ഓൺസണിൽ പോയിട്ട് ഹോട്ട് സ്പ്രിംഗ് ബാത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ടയേർഡ്നെസ് എല്ലാം മാറും, അതെല്ലാം മാറിക്കിട്ടും എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. പിന്നെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഓൺസണുകളും ഉണ്ട്. അത് 5 സ്റ്റാർ ഹോട്ടലുകളിൽ വരെ ഉണ്ട്. പിന്നെ ഓൺസൺസ് മാത്രമായിട്ടുള്ള ഔട്ട്ഡോർ ഓൺസൺസ് അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ ഞാൻ വരാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ അവിടെ പോയി ഇരുന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള പൂളിനകത്തേക്ക് നമുക്ക് കയറിയിരിക്കാം. അത്യാവശ്യം നല്ല ചൂടായിരിക്കും. അത് എത്ര ടെമ്പറേച്ചർ ചൂടുണ്ടെന്നുള്ളത് അവിടെ ആ ഡിസ്പ്ലേയിൽ എഴുതിയിട്ടുണ്ടാവും. അതിനകത്ത് മൊത്തത്തിൽ ഇങ്ങനെ ഒരു സ്റ്റീം പോലെ, ഈ പുകയൊക്കെ പോലെ, നീരാവിയൊക്കെ പോലെ അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് അതിനകത്ത്. മൂക്കടപ്പൊക്കെ ഉണ്ട്, മൂക്കടപ്പൊക്കെ മാറി കിട്ടും. അങ്ങനെ എന്ന് വേണേൽ പറയാം. നമ്മൾ ആവി പിടിക്കുന്ന പോലത്തെ ഒരു ടെൻഡൻസി ഒരു സ്ഥലമാണത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പൂളിനകത്ത് നമുക്ക് കയറിയിരിക്കാം. അതിനകത്ത് 5-10 മിനിറ്റ് ഇരിക്കുക. അതിനുശേഷം അടുത്ത പൂളിൽ കയറാം. പിന്നെ തണുപ്പ് കുറഞ്ഞ സ്ഥലമുണ്ട്, പച്ചവെള്ളം ഉണ്ടാവും, തണുത്ത വെള്ളം ഉണ്ടാവും, ചൂടുവെള്ളം ഉണ്ടാവും. പിന്നെ സ്റ്റീം റൂം വേണം, അതിൽ കയറിയിരിക്കാം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും വന്ന് കുളി ഒക്കെ പാസ്സാക്കിയതിന് ശേഷം നിങ്ങൾക്ക് റെഡി ആയിട്ട് തിരിച്ചു പോകുന്നതിന് വേണ്ടി ഉള്ള എല്ലാ സെറ്റപ്പുകളും അവിടെ ഉണ്ട്. അതായത് ഹെയർ ഡ്രയർ ഉണ്ടാവും, പിന്നെ സോപ്പ്, പിന്നെ പൗഡർ വരെ ഞാൻ കണ്ട അവിടെ. പൗഡർ, പിന്നെ ചീപ്പ്, മിറർ, പിന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് മാറാനുള്ള സ്ഥലം, എല്ലാ സംഭവം നിങ്ങൾ എങ്ങനെ വന്നോ അതേപോലെ നിങ്ങൾക്ക് പോകാനുള്ള സെറ്റപ്പുകൾ അവിടെയുണ്ട്. നിങ്ങൾ പൈസ കൊടുത്ത് അതിനകത്ത് കയറി കഴിഞ്ഞാൽ എത്ര സമയം വേണമെങ്കിലും അതിനകത്തിരിക്കാം. 24 മണിക്കൂറുകളും പ്രവർത്തിക്കുന്ന ഓൺസൺസ് ഉണ്ട്, പകൽ മാത്രം പ്രവർത്തിക്കുന്ന ഓൺസൺ ഉണ്ട്. അങ്ങനെ പല ടൈമിൽ പ്രവർത്തിക്കുന്ന ഓൺസൺസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ദാറ്റ് വാസ് എ വെരി ഒരു എക്സ്പീരിയൻസ് ഫോർ മീ. ഈ യൂറോപ്പിലും അമേരിക്കയിലും അങ്ങനെ പല സ്ഥലത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് അറിയാം. നിങ്ങൾ ജിമ്മിലൊക്കെ പോകുമ്പോഴത്തേക്കിനും മേ ബി യു ക്യാൻ സീ പീപ്പിൾ ടേക്കിംഗ് ഷവർ നേക്കഡ് ഇൻ ദ ചേഞ്ചിങ് റൂം, അല്ലേ? ഇതൊക്കെ അവിടെ കോമൺ ആണ്. അവരെ സംബന്ധിച്ച് തുണിയില്ലാതെ കുളിക്കുക എന്ന് പറയുന്നത് അതൊരു പുതിയ കാര്യമേ അല്ല.
മനസ്സിലായില്ലേ? സോ ഇത് നമുക്കാണ് ഈ ഒരു എന്താ പറയുക, തുണി ഇല്ലാണ്ട് പബ്ലിക്കായിട്ട് കുളിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും അതൊരു പബ്ലിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്ലോസ്ഡ് സ്പേസ് അല്ലേ, അതൊരു ഇതായിട്ട് തോന്നുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ച് അങ്ങനെയൊന്നും അല്ല. ഇതേ സാധനം ചൈനയിലുണ്ട്, പല രാജ്യങ്ങളിലും ഉണ്ട്. ഇപ്പം ഞാൻ ഐസ്ലാൻഡിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ ക്യാമ്പർ വാനൊക്കെ വെച്ച് ട്രിപ്പ് നടത്തുന്ന സമയത്ത് ക്യാമ്പ് സൈറ്റിൽ ഞാൻ കുളിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കിനും അത് ഓപ്പൺ ഷവർ, അതിനകത്ത് കർട്ടൻ പോലും ഇല്ല, ചുമ്മാ ഷവർ വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് കുളിക്കണം. അവിടെ തുണി ഇല്ലാതെ നിന്നാണ് ആൾക്കാർ കുളിക്കുന്നത്, ഷഡ്ഡി പോലും ഇടാതെ നിന്നാണ് ആൾക്കാർ കുളിക്കുന്നത്. അതങ്ങനെയാണ്, അവരുടെ രീതികൾ അങ്ങനെയാണ്. നമുക്കായിരിക്കും ഇതൊരു പുതിയ സംഭവം, അത് അവരുടെ രീതികൾ അങ്ങനെയാണ്. ഇതേ സമയം ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർക്കുള്ള ഓൺസൺസ് ഉണ്ട്, പ്രൈവറ്റ് ഓൺസൺസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു റൂം, ഒരു പൂൾ, നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പൂൾ വില്ല റിസോർട്ടുകളൊക്കെ ഇല്ലേ, അതേപോലെ തന്നെ ഓൺസൺ റിസോർട്ടുകളൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് റൂമുണ്ട്, ആ റൂമിൻ്റെ പുറത്ത് തന്നെ ബാൽക്കണിയിൽ ഓൺസൺ ഹോട്ട് സ്പ്രിംഗ് ബാത്ത് ഉണ്ടാവും. നിങ്ങൾക്ക് എത്ര സമയം വേണം അതിനകത്തിരിക്കാം. നിങ്ങൾക്ക് പ്രൈവറ്റ് സ്പേസ് ആയിരിക്കും. സോ നിങ്ങളെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല, നിങ്ങളെ ആരും കാണില്ല, ഫുൾ പ്രൈവസി എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഓൺസണുകൾ അവൈലബിൾ ആണ്. സോ ദിസ് വാസ് എ വെരി ന്യൂ എക്സ്പീരിയൻസ് ഫോർ മീ. അതിനുശേഷം ഞാൻ ഹൊക്കൈഡോയിൽ സപ്പോറോ എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിയുമ്പോഴത്തേക്കും അവിടെയാണ് ഒടുക്കത്തെ തണുപ്പ്. അവിടെ ഞാൻ പോയ സമയത്ത് സ്നോഫോൾ ആയിരുന്നു, പിന്നെ -5, -10, -6 റേഞ്ചിലൊക്കെ എന്തൊക്കെയോ ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണെന്ന് താമസിച്ചത്. അവിടെ ആ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ 25ാം നില, ഏറ്റവും ടോപ്പിൽ 25ാം നിലയിൽ ഒരു ഓൺസൺ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മോ, ഞാൻ അതിനകത്ത് കയറിയപ്പോഴത്തേക്കിനും ഇറ്റ്സ് ട്രൂലി എ 5 സ്റ്റാർ ഹോട്ടൽ എക്സ്പീരിയൻസിലുള്ള ഒരു സോന, അതായത് ഒരു ഓൺസൺ വിത്ത് ആ മൗണ്ടൻസും മഞ്ഞ് മൂടിക്കിടക്കുന്ന മൗണ്ടൻസിൻ്റെ ഒക്കെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റീം റൂമുകളും പിന്നെ ജക്കൂസിയും അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഞാൻ 5000 രൂപയാണ് എൻട്രിക്ക് കൊടുത്തത്. അപ്പോൾ നമുക്ക് എല്ലാ സൗകര്യങ്ങളും 5 സ്റ്റാർ സൗകര്യങ്ങൾ കിട്ടും. നല്ല അടിപൊളി ടവലുകൾ, പിന്നെ ഇടാൻ ചെരുപ്പ്, പിന്നെ ഓൺസണിൽ നമുക്ക് കുളിയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള റിക്ലൈനേഴ്സ്, അങ്ങനെയുള്ള സെറ്റപ്പുകളും അവിടെയുണ്ട്. TV കണ്ടുകൊണ്ട് കിടക്കാം, ചായയും അങ്ങനത്തെ ഉള്ള സംഭവങ്ങളും ശീതള പാനീയങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും അവിടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ ഏരിയ. അതിനുശേഷം ഞാൻ സൗത്തിലേക്ക് ഒരു ഐലൻഡിൽ വന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് നിതീഷ് എൻ്റെ ഒരു പഴയ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ നിതീഷ് അവിടെ ജപ്പാനിൽ ജീവിക്കുന്ന ആളാണ്. അപ്പം ഞാനും നിതീഷും കൂടി ഒരു ഔട്ട്ഡോർ ഓൺസണിൽ പോയി. ഈ ഔട്ട്ഡോർ ഓൺസൺ എന്ന് പറയുന്നത് ബേസിക്കലി ഇപ്പോൾ ഇതുപോലൊരു സ്ഥലം, ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന പോലത്തെ ഒരു സ്ഥലം, ഇവിടെ ശരിക്കും ഈ നാച്ചുറൽ ഹോട്ട് സ്പ്രിങ് എടുത്തിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഈ ലേക്കിന് പേര് ഇവിടെ ഒരു കുളം, അപ്പുറത്തൊരു കുളം, അപ്പുറത്തൊരു കുളം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പല കുളങ്ങൾ പണിത് വെച്ചിരിക്കുന്നു. ആ കുളത്തിൽ ആളുകൾ അതിനിടയ്ക്ക് ഇങ്ങനെ കാടും സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ചുറ്റും ഫെൻസ്ഡ് ആയിരിക്കും. അപ്പോൾ ആർക്കും പുറത്തുനിന്ന് ആർക്കും അകത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ ഇതിനകത്ത് ഇത് തന്നെയാണ് സംഭവം. ആണുങ്ങൾക്ക് സെപ്പറേറ്റ് ഏരിയ, പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് ഏരിയ. സോ പീപ്പിൾ ഗോ ജമ്പ് ഇൻ ടു പൂൾ. ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലുള്ള പൂളായിരിക്കും, അതിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അതിനകത്ത് ഇത് ഔട്ട്ഡോർ, ഇൻഡോറിന് പകരം ഔട്ട്ഡോർ. അതെന്തായാലും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ ജപ്പാനിൽ പോകുന്ന ആൾക്കാർ നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോഴത്തേക്കിനും ചമ്മലും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ട്രൈ ആൻ ഓൺസൺ. ഒരു നാടിൻ്റെ കൾച്ചറാണ്. 25,000-ലധികം ഓൺസണുകൾ ജപ്പാനിലുണ്ടെന്നാണ് കണക്ക്. സോ ഡു ട്രൈ, അതൊരു മസ്റ്റ് സംഭവമാണ്. ജപ്പാനിൽ മാത്രമല്ല, വേറെ പല സ്ഥലത്തും പല പല കഥകളും ഇത്തരത്തിലുള്ളതുകൊണ്ട്. സോ ഈ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള സംഭവമാണ്. സോ ആ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ, ടെക് ട്രാവലിംഗ് ചാനലിലുണ്ട്. ജപ്പാൻ്റെ വീഡിയോസ് കാണാത്തവർക്ക് അല്ലെങ്കിൽ ജപ്പാനിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കയറി കാണാം. താങ്ക് യു.